സുഹൃത്തുക്കളെ, ആനക്കാമ്പയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ ഉദ്ഘാടന വേദിയാണ് ഈ കാണുന്നത്. ആയിരക്കണക്കിന് ജനങ്ങളാണ് അവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. അദ്ദേഹം ആ ബലസാധനയ്ക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അതിനുവേണ്ടിയിട്ടുള്ള ഒരു ഇവന്മാരെ വണ്ടിയാട്ടോ പോണ്ടി വരും ആയതുകൊണ്ടാണ് നിൽക്കാൻ വരെ സൗകര്യമില്ല. അതുകൊണ്ടാണ് നിൽക്കുന്നില്ല. ഇപ്പൊ മന്ത്രിമാർ ഇതിന് വരുന്നു. ഏൽപ്പിച്ചുകൊണ്ടൊരു പ്രൊജക്ട് ലോഞ്ചിങ് ബഹുമാനനായ മുഖ്യമന്ത്രി നിർവഹിച്ചു. ആ പ്രൊജക്ട് ലോഞ്ചിങ്ങിന്റെ ഫോട്ടോ എടുത്തു വെച്ച് ഇപ്പോഴും ചില ആളുകൾ ഇലക്ഷൻ സ്റ്റണ്ട് പോലെ നിങ്ങൾ ഓരോ ഇലക്ഷന്റെ സമയത്തും ഇതാ ഈ ഉദ്ഘാടനം നടത്തുകയാണ് എന്നുള്ള അപഹാസ്യകരമായ ചില കാര്യങ്ങൾ നടത്താറുണ്ട്. അവരുൾപ്പെടെയുള്ള ആളുകളോട് ഈ വലിയ വേദിയിൽ ആ കാര്യം വിശദീകരിക്കുകയാണ്. 2022 ഈ പദ്ധതിക്ക് ആവശ്യമായ തുക അനുവദിച്ചതിനു ശേഷം ആ പദ്ധതി നടപ്പിലാക്കാൻ ആവശ്യമായ ഭൂമി ഏറ്റെടുക്കൽ എന്നത് ഏറ്റവും സങ്കീർണമായ പ്രശ്നമായിരുന്നു. 33 ഹെക്ടർ സ്ഥലം ഏറ്റെടുക്കണം. വയനാട് ജില്ലയിലും കോഴിക്കോട് ജില്ലയിലുമായി 33 ഹെക്ടർ സ്ഥലം ഏറ്റെടുക്കേണ്ടതുണ്ട്. അതിൽ 17 ഹെക്ടർ സ്ഥലം ഇപ്പോൾ നടന്നു വരുന്ന ബഹുമാനപ്പെട്ട വനം മന്ത്രിയുടെ നിയന്ത്രണത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളെ കൃത്യമായി അടയാളപ്പെടുത്തി ആ വ്യതിയാനങ്ങളുടെ ഭാഗമായി തുരങ്കം നിർമ്മിക്കുമ്പോൾ ഏതെങ്കിലും നിലയിലുള്ള ഒരു ആഘാതം നമ്മുടെ ഭൂമിക്ക് നമ്മുടെ പ്രദേശത്ത് ഉണ്ടാകുന്നുണ്ടോ എന്ന് പഠിക്കുന്നതിന് വേണ്ടി 1 വർഷം നീണ്ടു നിൽക്കുന്ന പഠനം ആവശ്യമായി വന്നു. അതിനുവേണ്ടി ഉള്ള വിശദമായ പഠനം നടത്തി കോഴിക്കോട് കളക്ടറേറ്റിലും വയനാട് കളക്ടറേറ്റിലും പബ്ലിക് ഹിയറിംഗ് നടത്തി ആളുകളുടെ അഭിപ്രായങ്ങൾ ശേഖരിച്ചു. ആ അഭിപ്രായങ്ങളിൽ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ആ വിമർശനങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകി അവരെയെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി SIS കംപ്ലീറ്റ് ചെയ്തു. ഫോറസ്റ്റിന്റെ ക്ലിയറൻസ് ലഭ്യമാണമായിരുന്നു. സ്റ്റേജ് 1 ക്ലിയറൻസ്. ഫോറസ്റ്റ് നമുക്ക് ഭൂമി വിട്ടു നൽകുമ്പോൾ നിരവധിയായിട്ടുള്ള മാനദണ്ഡങ്ങൾ മുന്നോട്ട് വെച്ചു. ഇത്ര മരങ്ങൾ മുറിക്കുന്നുണ്ട്, ആ മരങ്ങൾക്ക് പകരം ഇത്ര ഏക്കർ സ്ഥലത്ത് മരം വെച്ച് പിടിപ്പിക്കണം. ഓരോ സ്പീഷീസുകളും നഷ്ടമാകുന്നുണ്ട്, ആ സ്പീഷീസുകൾക്ക് പകരമായിട്ടുള്ള ഇന്ന കാര്യങ്ങൾ ചെയ്യണം. ആ മാനദണ്ഡങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ടാണ് ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ വലിയ ശ്രമത്തിന്റെ ഭാഗമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്റ്റേജ് 1 ക്ലിയറൻസ് നമുക്ക് ലഭ്യമാവുന്നത്. സ്റ്റേജ് 1 ക്ലിയറൻസും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭൂമി ഏറ്റെടുക്കലും SIS സ്റ്റഡിയും പൂർത്തീകരിക്കുമ്പോൾ 2023 ഒക്ടോബർ മാസത്തോളമായി.
ഒക്ടോബർ മാസത്തോടെത്തിയപ്പോ പിന്നീട് അതിന്റെ ടെൻഡർ നടപടിയിലേക്ക് കടക്കണമെന്നുള്ള തീരുമാനമുണ്ടായി. ടെൻഡർ നടപടികളിലേക്ക് കടന്ന ഘട്ടത്തിലാണ് ടെൻഡർ നടപടികളുമായി ആനുകൂല്യങ്ങളെല്ലാം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു. തൊഴിലുറപ്പ് തൊഴിലാളികളടക്കം 200 രൂപ വർധനയോടുകൂടി 1200 രൂപ, അങ്ങനെ 20 ലക്ഷത്തിലധികം ആളുകൾക്ക് 20,000 കോടി രൂപയിലധികം ഈ സമയത്ത് നമുക്ക് ലാഭം. പ്രിയമുള്ളവരെ, വികസനത്തിന്റെ പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കാൻ ആരാധ്യനായ മുഖ്യമന്ത്രി എത്തിക്കഴിഞ്ഞു. മുഖ്യമന്ത്രി ആദ്യം നിർവഹിക്കുന്നത് ശിലാഫലകത്തിന്റെ അനാച്ഛാദന കർമ്മമാണ്. വേദിയിലെ മുൻനിരയിലുള്ള ബഹുമാന്യ വ്യക്തികൾ ശിലാഫലകത്തിനരികിലേക്ക് നിരന്നു നിൽക്കുകയും ബാക്കിയുള്ളവർ സ്റ്റേജിന്റെ മുൻവശത്തേക്ക്, ഡയസിന് മുൻവശത്തേക്ക് അണിചേർന്ന് നിൽക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, വികസനത്തിന്റെ പുതിയ അധ്യായത്തിന് ഇതാ ഇവിടെ തുടക്കം കുറിക്കുന്നു. ആരാധ്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവർ ശിലാഫലകത്തിന് അനാച്ഛാദന കർമ്മം നിർവഹിക്കുകയാണ്. ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ, വേദിയും സദസ്സിലുമുണ്ട്. ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ സംസ്ഥാനത്തിന്റെ പശ്ചാത്തല വികസന മേഖലകൾ മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന്റെ തന്നെ പശ്ചാത്തല വികസന മേഖലക്കാകെ വലിയ പ്രതീക്ഷയും ആവേശവും നൽകുന്ന ഒരു പദ്ധതിയുടെ ആരംഭത്തിലാണ് നമ്മൾ അസാധ്യമായത് സാധ്യമെന്ന് തെളിയിച്ച സർക്കാരാണ് കേരളത്തിൽ കഴിഞ്ഞ 9 വർഷക്കാലം ഭരിച്ചത് എന്നുള്ളതിന് ജീവിതാനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ സാക്ഷികളായി ജീവിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം. ഒട്ടേറെ പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ ജനങ്ങളുടെ ജീവിത